ഹലോ, മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു വചനം എടുക്കാം. ദൈവവചനം. അവിടുന്ന് ഭൂമിയുടെ അതിർത്തി വരെ കാണുന്നു, ആകാശത്തിന് കീഴിലുള്ളതെല്ലാം അവിടുന്ന് ദർശിക്കുന്നു. ജോബ് 28:24. അവിടുന്ന് ഭൂമിയുടെ അതിർത്തി വരെ കാണുന്നു, ആകാശത്തിന് കീഴിലുള്ളതെല്ലാം അവിടുന്ന് കാണുന്നു എന്നാണ് ഈ പറയുന്നത്. അതിൻ്റെ അർത്ഥം, നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതൊന്നും ഈശ്വരൻ കാണുന്നില്ല, ദൈവം കാണുന്നില്ലെന്നാണ് നമ്മുടെയൊക്കെ ഒരു വിചാരം. അത് നന്മ ചെയ്താലും തിന്മ ചെയ്താലും ദൈവം കാണുന്നുണ്ടെന്നാണ് ആ വന്നതിൻ്റെ ഇത്. നമ്മൾ ആരെങ്കിലും പറ്റിക്കുന്നുണ്ടെങ്കിലും, ആർക്കെങ്കിലും ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും അറിയാതെ നമ്മൾ ദാനം നൽകുന്നുണ്ടെങ്കിലും, നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും, ഇതെല്ലാം നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് ദൈവത്തിന് പ്രാർത്ഥിച്ചിട്ടും വിളിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ലല്ലോ. അതിനൊക്കെ എന്തെങ്കിലും പദ്ധതികൾ കാണും. അപ്പം നമ്മൾ പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്, എല്ലാം ദൈവം കാണുന്നുണ്ട്. നമ്മൾ നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളെന്ന് നമ്മളാണ് വിലയിരുത്തേണ്ടത്, നമ്മൾ നല്ലത് ചെയ്യുന്നുള്ളൂ എന്ന്. അപ്പോൾ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ കഷ്ടപ്പാട് ദൈവം കണ്ടു, അല്ലെ എൻ്റെ പ്രയാസം ദൈവം കേട്ടു. അങ്ങനെ കേൾക്കണമെങ്കിൽ എന്ത് വേണം? സൽപ്രവൃത്തി അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടായിരിക്കണം. നമ്മുടെ കർമ്മം സൂപ്പറായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റൂ. പ്രപഞ്ചം അങ്ങനെയാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മൾ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ഇതിന് മാർക്കുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഓരോ ദിവസവും നന്മ തന്നെ നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. ആരും കാണുന്നില്ലല്ലോ എന്നോർത്തിട്ട് ഒരു കള്ളത്തരവും ഒരു ചതിവും നമ്മൾ ചെയ്യാതിരിക്കുക. ദൈവം കാണുന്നുണ്ട്. ആര് കണ്ടില്ലെങ്കിലും ഈശ്വരൻ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ കണ്ണ് നമുക്ക് മൂടിക്കെട്ടാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഓർമ്മയോടുകൂടി, ഭയത്തോടു കൂടി ദൈവം കാണും, ഞാൻ തെറ്റ് ചെയ്ത ദൈവം കാണുമെന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ഓക്കെ.